സ്റ്റുഡൻസ് വെൽക്കം ബാക്ക്. മക്കളെ, നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എക്സസൈസ് 2.4 ആണ്. +2 ഫിസിക്സ് സെക്കൻഡ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊട്ടുമുമ്പ് വീഡിയോസാണ് നിർബന്ധമായിട്ട് കാണാം. കോൺസെപ്റ്റ് നല്ലോണം ക്ലിയർ ആണ്, മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണ്ടവർ അതുമായി ബന്ധപ്പെട്ട വീഡിയോസും പ്രാക്ടിക്കൽ വീഡിയോസും വേണ്ട ഒരു പ്ലേലിസ്റ്റ് കണ്ടിട്ട് അതൊന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നല്ല ലെവലിൽ പഠിക്കുക. +2 ആണ്, ഡബിൾ വാല്യുവേഷൻ ആണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൈസായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ലെവൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് മക്കളെ. എ സ്ഫെറിക്കൽ കണ്ടക്ടർ ഓഫ് റേഡിയസ് 12 centimeter has a charge of 1.6 into 10 raised to -7 coulomb distributed uniformly on its surface. What is the electric field? എന്നിട്ട് 3 സെഷൻസ് ഉണ്ട്. എ ക്വസ്റ്റ്യൻ എവിടെയാണ്? ഇൻസൈഡ് ദ സ്ഫിയർ. ബി പാർട്ട് ജസ്റ്റ് ഔട്ട്സൈഡ് ദ സ്ഫിയർ. ആൻഡ് തേർഡ് വൺ അറ്റ് എ പോയിന്റ് 18 centimeter ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ. അങ്ങനെ 3 സെഷൻ ആയിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, നമുക്ക് മൂന്നും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. എന്താണ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. സെക്കൻഡ് ചാപ്റ്റർ ആണ്, ബട്ട് ചോദിച്ചിരിക്കും ഇലക്ട്രിക് ഫീൽഡാണ്. ബട്ട് സെക്കൻഡ് ചാപ്റ്റർ ഒന്നും ഇല്ല. ഫസ്റ്റ് 2 ചാപ്റ്ററിലും ഇലക്ട്രിക് ഫീൽഡ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ, നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ എന്താ? നമുക്കത് എടുത്തെഴുതിയാലോ. ഒരു സ്ഫിയർ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പിക്ചറൈസ് ചെയ്യാം, നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ. ഇതിന് പിക്ചറൈസ് ചെയ്യുന്നതിന് കൂടുതൽ മാർക്കൊന്നും കിട്ടില്ല. ബട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ എപ്പോഴും എന്തെങ്കിലും കോൺസെപ്റ്റുകളുണ്ട്. നമുക്ക് പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഒന്ന് പിക്ചറൈസ് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും ഇങ്ങോട്ട് പറയുന്ന കാര്യമാണ്. അപ്പോൾ റേഡിയസ് തന്നിട്ടുണ്ടായിരുന്നു 12 centimeter ആണ്. നമുക്കൊരു കാര്യം ചെയ്ത് എടുത്തെഴുതുകയും ചെയ്യാം അല്ലേ. അപ്പോൾ റേഡിയസ് 12 centimeter ആണ്. കയ്യോടെ മീറ്ററൊക്കെ മാറ്റുക. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഗിവൺ ദാറ്റ് അടിക്കുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും ഗിവൺ ദാറ്റ് അടിക്കുക. ഞാൻ എപ്പോഴും ഇങ്ങോട്ട് പറയുന്ന കാര്യമല്ലേ. 12 into 10 raised to -2. ഓക്കെ, ഒരു മിനിറ്റ്, അത് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് താഴെ എഴുതാം. 12 into 10 raised to -2 മീറ്റർ ആണ്. അപ്പോൾ R is equal to, ഞാൻ ഡയറക്റ്റ് 12 centimeter 12 into 10 raised to -2 മീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ മക്കളെ. ഇതാണ് നമ്മൾ റേഡിയസ്. ദെൻ പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? ചാർജ് തന്നിട്ടുണ്ടായിരുന്നു, Q തന്നിട്ടുണ്ട്. Q is equal to 1.6 into 10 raised to -7 അല്ലേ ഉണ്ടായി. 1.6 into 1.6 into 10 raised to -7 coulomb ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത്. വേറൊന്നും തന്നിട്ടൊന്നുമില്ല, ഇത്ര കാര്യങ്ങളെ തന്നിട്ടുള്ളൂ. എന്നിട്ടാണെങ്കിലും 3 ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ സ്ഫിയർ ആണ്. അതിൻ്റെ ഉള്ളിൽ എത്രയാണ്, ഇതിൻ്റെ ഉള്ളിൽ എത്രയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള കേസാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് ചർച്ചയൊന്നുമില്ല. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ഷെല്ല് സ്ഫിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ വിൽ ബി 0 ആണ്. നമുക്കറിയാം അതിൻ്റെ ഇലക്ട്രിസിറ്റി ഷീൽഡിങ്ങിൻ്റെ കേസൊക്കെ നമ്മൾ നോർമലി പഠിച്ചാണ്. ഫസ്റ്റ് ചാപ്റ്റർ കോൺസെപ്റ്റ് ആണ് വരുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് വെച്ച് എപ്പോഴും ആൻസർ എന്താണ് മക്കൾ? 0 ആണ്. നോർമലി ഒരു സ്ഫെറിക്കൽ കണ്ടക്ടറിൻ്റെ കേസിലൊക്കെ ഇലക്ട്രിക് ഫീൽഡ് നോർമലി ഇൻസൈഡ് ദ സ്ഫെറിക്കൽ കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ചർച്ചകളൊന്നും അതിലിടുന്നില്ല. ദെൻ അതിൽ ബി പാർട്ട് എന്താണ് പറയുന്നത്? ജസ്റ്റ് ഔട്ട്സൈഡ് ദ സ്ഫിയർ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് നോർമലി എന്താ എടുക്കുക? ഈസ് ഈക്വൽ ടു 1/4πε0. നമ്മൾ പഠിച്ചായിരുന്നു അവിടെ വേറൊന്നുമില്ല. 1/4πε0 പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഒരു ആവറേജ് ക്വസ്റ്റ്യൻ എന്നേ പറയാൻ പാടുള്ളൂ. 1/4πε0 Q/r² ചെയ്തോളുക. 1/4πε0 ഞാൻ ഡയറക്റ്റ് എഴുതിയാണ്. എത്രയാണ് 1/4πε0ൻ്റെ വാല്യൂ? 9 into 10 raised to 9 ആണല്ലോ. ദെൻ ക്യൂവിൻ്റെ വാല്യൂ എത്രയാണ്? ക്യൂവിൻ്റെ വാല്യൂ എത്ര നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്? 1.6 into 10 raised to -7 ആണ്. ഓൾ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. ഡിസ്റ്റൻസ് എത്രയാണ്? ദ ജസ്റ്റ് ഔട്ട് സൈഡ് അല്ലേ. അപ്പോൾ എത്രയാണ് വരിക? 12 centimeter ആണ്. 1.12 അല്ലേ, 12 അല്ലേ, 12 centimeter ആണ്. അപ്പോൾ 12 centimeter എന്നാണ് 12 into 10 raised to -2 മീറ്റർ. അപ്പോൾ 12 into 10 raised to -2. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? നമ്മൾ ബി പാർട്ടിന് ആൻസർ കിട്ടും. ബിക്കോസ് എ പാർട്ടിന് ആൻസർ എത്രയാണ്? എ പാർട്ടിന് ആൻസർ 0 ആണെന്ന് മനസ്സിലായി. അപ്പോൾ ബി പാർട്ടിൽ ഇലക്ട്രിക് ഫീൽഡ് എവിടെയാണ് ചോദിച്ചത്? ജസ്റ്റ് ഔട്ട്സൈഡ് ദ സ്ഫിയർ ആണ് ചോദിച്ചത്. അപ്പോൾ ബി ഇലക്ട്രിക് ഫീൽഡ് ജസ്റ്റ് ഔട്ട്സൈഡ് ദ സ്ഫിയർ എന്ന് പറയുമ്പോൾ ആണ് 9 into 10 raised to 9 1/4πε0ൻ്റെ വാല്യൂ കൊടുത്തു മക്കളെ. ക്യൂവിൻ്റെ വാല്യൂ 1.6 into 10 raised to -7 ആണ്. ഡിസ്റ്റൻസ് എത്ര? 12 into 10 raised to -2 സ്ക്വയർ ചെയ്യണേ. അവിടെ വിട്ടുപോയല്ലേ. സ്ക്വയർ ആണ് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും. അത് ചെയ്തപ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ അറൗണ്ട് 10 raised to 5 ആണ്. ഞാൻ അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൈം കളയണ്ട, ലെങ്ത് കൂട്ടേണ്ട കേസ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അറൗണ്ട് 10 raised to 5 അതിൻ്റെ അടുത്താണ് ആൻസർ വരുന്നുണ്ടായിരുന്നത്. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 10 raised to 5ൻ്റെ അടുത്താണ് ഏകദേശം ഒരു വാല്യൂ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെക്ക് ചെയ്യണേ. 10 raised to 5 Newton/Coulomb. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അതിൽ ബി പാർട്ട് ചെയ്യാനുണ്ട്. ബി പാർട്ട് അല്ല, സി പാർട്ട് ചെയ്യാനുണ്ട്. സി പാർട്ട് എവിടെയാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഔട്ട് സൈഡ് അല്ല,
അല്ല, അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഈ സ്ഫിയറിൻ്റെ സെൻറ്ററിൽ നിന്നും എത്ര സെൻറ്റിമീറ്റർ ആണ്? 18 സെൻറ്റിമീറ്റർ അല്ലേ? ഒരു 18 സെൻറ്റിമീറ്റർ ദൂരെയുള്ള ആ ഒരു പോയിന്റിൽ ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. 18 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ വേറെന്താ കൂടുതലായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു വീണ്ടും എഴുതിക്കോളാം മക്കളെ, ചെയ്തോളുക. എന്താണ്? വളരെ സിമ്പിൾ, ഒരു ആവറേജ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഒരു ലെവൽ 1 ക്വസ്റ്റ്യൻ ആട്ടോ മക്കളത്. 1/4πε0 Q/r². അപ്പോൾ എന്താ ചെയ്തോടാ? 1/4πε0ൻ്റെ വാല്യൂ എത്രയാണ്? 9 × 10⁻⁹. ക്യൂവിൻ്റെ വാല്യൂ എത്രയാണ്? ഒരു മാറ്റൂല. ക്യൂവിൻ്റെ വാല്യൂ എത്രയാണ്? 1 പോയിൻറ്റ്. ഇന്ന് ഡൗട്ടൊന്നും അടിക്കണ്ട. അത് ക്ലാസ് ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക. എക്സസൈസ് മാക്സിമം ചെയ്യുക. +2 ഫിസിക്സ് ഡബിൾ വാല്യൂഷനാണ്. എന്ത് ടഫ് വന്നോട്ടെ, ടഫ് വന്നോട്ടെ. പക്ഷേ അതൊക്കെ നമുക്ക് നൈസാണ്, സിമ്പിളാണെന്ന് പറയാൻ വേണ്ടിയുള്ള ആ ഒരു കഴിവ് സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ നോക്കാം. അപ്പോൾ 18 സെൻറ്റിമീറ്റർ എത്രയാണ്? അത് കൊടുക്ക്. 18 × സെൻറ്റിമീറ്റർ മീറ്റർ ആക്കാൻ 10⁻². പിന്നെ ഒരു ഹോൾ സ്ക്വയറും കൂടി ഇട്ടേക്ക് മക്കളെ. കഴിഞ്ഞ്. ഇത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആൻസർ ആയിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ വേറെ ഒന്നുമില്ല. ഇനി ന്യൂമറിക്കൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമോ? സംഭവം ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഇതിൻ്റെ ആൻസർ ഇത് ചെയ്തപ്പോൾ എനിക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. അറൗണ്ട് 4.4 ഇൻറ്റു എത്രയാണ് നിങ്ങൾ ജസ്റ്റ് നോക്കണം മക്കൾ, ചെക്ക് ചെയ്യണേ. എനിക്ക് കിട്ടിയാൽ ഞാൻ ഇവിടെ എഴുതി തരാം. 4.4 ഇൻറ്റു 10⁻⁴ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 4.44 ആണെങ്കിൽ 10⁻³ ന്യൂട്ടൺ. എപ്പോഴും ഒരു ഡിജിറ്റ് ഡെസിമൽ ആക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ 4.4 ഇൻറ്റു 10⁻⁴ ന്യൂട്ടൺ പെർ കൂളോം ആണ് ഇലക്ട്രിക് ഫീൽഡ് എവിടെയുള്ളത്? അറ്റ് എ പോയിൻറ്റ് 18 സെൻറ്റിമീറ്റർ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആണോ മക്കളെ? അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഏതാ കോൺസെപ്റ്റ്? നമ്മൾ ഓരോ കോൺസെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോൺസെപ്റ്റുകൾ ഇങ്ങനെ തറവാണം, റിവൈസ് ആവണം. ഇതാ കോൺസെപ്റ്റ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഷെൽ, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിൻറ്റ് ചാർജ് 1/4πε0 Q/r². കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇത് നമ്മളെ സെക്കൻഡ് ചാപ്റ്റർ +2 ഫിസിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ കളിച്ചത്. 2.4 ക്ലിയർ ആണോ? നെക്സ്റ്റ് നമുക്ക് 2.5 വീണ്ടും കാണാം. കപ്പാസിറ്ററിൻ്റെ ഭാഗത്തേക്കാണ് നമുക്ക് ഇനി പോവേണ്ടത്. ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. എന്ത് ഡൗട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ ചോദിച്ചാൽ മക്കൾ അതിൻ്റെ ഡൗട്ട് പേടി കാണിക്കേണ്ടത്. എന്താണോ അത് ഈ ടോപ്പിക്ക് മാത്രമല്ല, ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള +1 +2 ഫിസിക്സ് റിലേറ്റഡ് എന്താണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ, പുതിയ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോ. ഓക്കെ, എനിക്കറിയുന്ന കാര്യം ഷുവർലി നിങ്ങൾക്ക് ഞാൻ ഹെൽപ്പ് ആക്കി തരാം. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനായിട്ട് വീണ്ടും കാണാം മക്കളെ. സോ നെക്സ്റ്റ് സെഷനിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.